പൈലറ്റ് തന്നെയാണോ വില്ലൻ എന്ന ചോദ്യമാണ്. അഹമ്മദാബാദ് വിമാനാപകടം നമ്മൾ കണ്ടതാണ്. രാജ്യത്തെ സമീപകാലത്ത് ഏറ്റവും ഞെട്ടിച്ച വിമാന അപകടമാണ്. അഹമ്മദാബാദ് എന്ന ഗുജറാത്തിൻ്റെ തലസ്ഥാനത്തെ വിമാനത്താവളത്തിൽ നിന്നും പറന്നുയർന്ന ഉടൻ തന്നെ താഴേക്ക് പതിച്ചു വീണ വിമാനം ഇല്ലാതാക്കിയത് നിരവധി പേരുടെ ജീവനാണ്. സ്വാഭാവികമായും അത് സംബന്ധിച്ചുള്ള അന്വേഷണം തുടക്കം മുതൽ തന്നെ നടക്കുന്നു. എങ്ങനെയാണ് ഈ അപകടമുണ്ടായത്? ഡ്രീം ലൈനർ വിമാനം, ആ വിമാനത്തിന് മുമ്പും തന്നെ ചില അപകട സൂചനകളുണ്ടായിരുന്നു. അപ്പോൾ സ്വാഭാവികമായും വിമാനത്തിൻ്റെ സാങ്കേതിക പിഴവ് എന്ന ഒരു വിലയിരുത്തലാണ് ഇതുവരെ നടത്തിയ അന്വേഷണങ്ങൾ. പക്ഷേ ഇപ്പോൾ നടക്കുന്ന അന്വേഷണത്തിൽ മറ്റു ചില കണ്ടെത്തൽ കൂടി പുറത്തു വരുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്നുമല്ല, ഒരു ഇറ്റാലിയൻ പത്രത്തിൻ്റെ വെളിപ്പെടുത്തലിലാണ്. കോക്പിറ്റ് വോയിസ് റെക്കോർഡറുകളടക്കം പരിശോധിക്കുമ്പോൾ ഇക്കാര്യത്തിൽ ഇറ്റാലിയൻ പത്രമായ കോറിയ ഡെല്ല റിപ്പോർട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്: അപകടത്തിൽ കൊല്ലപ്പെട്ട പൈലറ്റ് സുമിത് സബർവാളാണ് എൻജിൻ ഓഫ് ചെയ്തു. ആ ഓഫ് ചെയ്തത് കൊണ്ട് തന്നെയാണ് അപകടമുണ്ടായത്. അപ്പോൾ എന്തുകൊണ്ട് അപകടമുണ്ടായി എന്ന ചോദ്യത്തിന് ഉത്തരം സാങ്കേതിക പിഴവല്ല, മറിച്ച് പൈലറ്റ് ബോധപൂർവമായി എൻജിൻ ഓഫ് ചെയ്തു എന്നതുകൊണ്ടാണ്. നമുക്കറിയാം, ഈ അപകടമുണ്ടായ ആദ്യ ദിവസങ്ങൾ തന്നെ ഉയർന്നു വന്ന ഒരു ചോദ്യവും ആയിരുന്നു ഇത്. കാരണം കോക്പിറ്റിനുള്ളിലെ വോയിസ് റെക്കോർഡറിലെ ചില സന്ദേശങ്ങൾ ഒരു പൈലറ്റ് എന്തിനാ അത് സ്വിച്ച് ഓഫ് ചെയ്തു എന്ന ചോദ്യം മറ്റൊരു പൈലറ്റിനോട് ചോദിക്കുന്നു. ആ ചോദ്യം എന്തുകൊണ്ട് സംഭവിച്ചു എന്നതിൻ്റെ ഉത്തരമായി അന്ന് സംശയിക്കപ്പെട്ടത് ബോധപൂർവമായി പൈലറ്റ് തന്നെ സ്വിച്ച് ഓഫ് ചെയ്ത എൻജിൻ സ്വിച്ച് പറന്നുയർന്ന ഉടനെ എൻജിൻ സ്വിച്ച് ഓഫ് ചെയ്തിരിക്കാം. പിന്നീട് വീണ്ടും എൻജിൻ സ്വിച്ച് ഓൺ ചെയ്തു എന്ന് പറയുന്നു. പക്ഷേ ആ എൻജിൻ സ്വിച്ച് ഓൺ ചെയ്താലും പൈലറ്റ് വിമാനം വീണ്ടും പറന്നുയരാൻ ഒരു നിശ്ചിത സമയം വേണം. പക്ഷേ അതിന് സമയം കിട്ടിയില്ല. അപ്പോൾ പൈലറ്റ് സ്വിച്ച് ഓഫ് ചെയ്തു എന്ന സംശയത്തിലേക്ക് തന്നെയാണ് അന്ന് തന്നെ എത്തിയിരുന്നത്. അപ്പോൾ ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി വരികയാണ്. കഴിഞ്ഞ 2025 ജൂൺ 12 നടന്ന ഈ അപകടത്തിൽ എയർലൈനർ വിമാനം അപകടത്തിൽപ്പെടുന്നതിന് പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന് ഇത് തന്നെയാണ് എന്ന കണ്ടെത്തലാണ്. ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണം ഇതുവരെയും ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടില്ല. എന്തായാലും പരിശോധിക്കപ്പെടണം. ഏറെ ഞെട്ടിക്കുന്ന ഒരു കാര്യം കൂടിയാണ് ഇക്കാര്യത്തിൽ പുറത്തു വരുന്നത്.